നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണാവേശത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ ദിവസം മാറ്റി നിർത്തിയാൽ 2 ദിവസം കൂടിയാണ് തിരുവോണത്തിന് ശേഷിക്കുക. പ്രത്യേകിച്ച് ഈ ആദ്യത്തെ ആഴ്ച വരുന്നത് കൊണ്ട് തന്നെ പരമാവധി പർച്ചേസും കാര്യങ്ങളുമൊക്കെയായി അടിച്ചു പൊളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയായിരിക്കും എല്ലാവരും. ഓണാശംസകൾ അഡ്വാൻസായി നേരുകയാണ് എല്ലാവർക്കും. അന്തർദേശീയ തലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ദുരന്ത വാർത്തയാണ് അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പം. അത് വിതച്ച നാശം. ഇതിനു മുൻപും അങ്ങനെ തന്നെയായിരുന്നു. 2023 അഫ്ഗാനിലെ ഭൂകമ്പത്തിലും 1600ഓളം പേരാണ്. ഒരുപക്ഷെ ഇത്തവണയും ഏതാണ്ട് അത്രത്തോളം മനസ്സംഖ്യയ്ക്ക് കൂടുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അഫ്ഗാൻ ഈ പറഞ്ഞതുപോലെ ഈ രക്ഷാപ്രവർത്തനങ്ങളടക്കം നടത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു രാഷ്ട്രമാണ്. അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, കെട്ടിടങ്ങളടക്കം ഒരുപാട് പഴയതും അങ്ങനെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും ആ നാറ്റോ സഖ്യസേന അവിടെ നിന്ന് മാറിയതിന് ശേഷവും അതിൻ്റെ ആ കെട്ടുപാടുകളിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ പഴമയിൽ നിന്ന് നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് വരാനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം അതൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് സഹായങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്. നോക്കാം അതിൻ്റെ വിശേഷങ്ങളടക്കം ആദ്യം തലക്കെട്ടുകളിലേക്ക്. ഭൂകമ്പത്തിന് പിന്നാലെ ദുരന്ത ഭൂമിയായി അഫ്ഗാൻ. കൂടുതൽ നാശനഷ്ടം കുനാർ പ്രവിശ്യയിൽ. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. ലോകരാജ്യങ്ങളോട് സഹായത്തിനായി അപേക്ഷിച്ച് താലിബാൻ. ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കണോ എന്നതിൽ UDFന്റെ തീരുമാനം ഇന്നറിയാം. മുന്നണി നേതാക്കളുടെ യോഗം വൈകിട്ട് 7:30 ഓൺലൈനായി. കേരള സർവകലാശാലയിൽ VC സിൻഡിക്കേറ്റ് പോരിനിടെ സിൻഡിക്കേറ്റ് യോഗം ഇന്ന്. രജിസ്ട്രാർ KS അനിൽകുമാറിന് പകരം മിനി കാപ്പൻ യോഗം വിളിച്ചത് നിയമവിരുദ്ധമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സാങ്കേതിക സർവകലാശാലയിലും ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരും. തൃപ്പൂണിത്തുറ അത്തം നഗറിൽ ആകാശ ഊഞ്ഞാലിൽ നിന്ന് വീണ് യുവാവിന് പരിക്ക്. അപകടമുണ്ടായത് ഇന്നലെ രാത്രി 10 മണിയോടെ. ഊഞ്ഞാൽ പ്രവർത്തിച്ചത് സുരക്ഷാ മുൻകരുതൽ ഇല്ലാതെ. KCLൽ തൃശൂർ ടൈറ്റൻസിന് 5ാം ജയം. ആലപ്പി റിപ്പിൾസിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കണോ എന്നതിലെ UDFന്റെ തീരുമാനം ഇന്നറിയാം. UDF മുന്നണി നേതാക്കളുടെ യോഗം വൈകിട്ട് 7:30 ഓൺലൈനായി ചേരും. ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ അറിയിച്ചിരുന്നതാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആതിര, സാമുദായിക സംഘടനകളടക്കം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ട് നിന്നു പോകുമോ എന്നൊരു ആശങ്ക UDFന് എന്തായാലും ഉണ്ട്. ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമുണ്ടാകും? സ്വപ്ന, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട UDFന്റെ ഒരു നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. UDF മുന്നണി നേതാക്കളുടെ യോഗം ഇന്ന് രാത്രി 7:30 ഉണ്ടാകും. ഈ യോഗത്തിലായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന തീരുമാനം UDFൽ നിന്നും ഉണ്ടാകുക. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ മറ്റു ഭാഗത്തു നിന്നൊക്കെ തന്നെ ഈ അയ്യപ്പ സംഗമത്തിന് പിന്തുണയേറി വരുന്നൊരു കാഴ്ചയാണ്. ഈ ഒരു സാഹചര്യത്തിൽ UDF ഒറ്റപ്പെട്ടു പോകുമോ എന്നൊരു ആശങ്ക മുന്നണിയിലെ മറ്റുള്ളവർക്ക് നിലനിൽക്കുന്നുണ്ടാകും. പക്ഷേ തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ VD സതീശൻ അറിയിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാത്രി 7:30 ഓൺലൈനായി UDF മുന്നണി നേതാക്കളുടെ യോഗം ചേരുക. ഈ യോഗത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാകുക. ഈ ആഗോള അയ്യപ്പ സംഗമവുമായി UDF നേതാക്കൾ സഹകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ ഓൺലൈനായി ചേരുന്ന യോഗത്തിലായിരിക്കും ഉണ്ടാകുക. അതേസമയം ഇന്ന് പ്രതിപക്ഷ നേതാവിനെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി ക്ഷണിക്കുമെന്ന വിവരവും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നേരിട്ടെത്തി ക്ഷണിക്കുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് നിലപാട് മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ ഓൺലൈനായി
ഓൺലൈനായി ചേരുന്ന മീറ്റിംഗിന് ശേഷമായിരിക്കും അറിയാൻ സാധിക്കുക. അതുകൂടാതെ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ തന്നെ ഈ ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. ഏതായാലും ഇന്ന് വൈകുന്നേരം ഈ 7:30 കൂടി ചേരുന്ന യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വളരെ നിർണായകമായ യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. സ്വപ്ന, ആതിരയാണ് വിവരങ്ങളുമായി ചേർന്നത്. ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കണോ എന്നതിലെ UDFിൻ്റെ തീരുമാനം അറിയാം. എന്തായാലും വി ഡി സതീശൻ ഇതുമായി സഹകരിക്കില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ദേവസ്വം പ്രസിഡന്റ് നേരിട്ടെത്തി പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ക്ഷണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു അപകടത്തിൻ്റെ വാർത്തയാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നത്. തൃപ്പൂണിത്തുറ അത്തം നഗറിൽ യുവാവ് ആകാശ ഊഞ്ഞാലിൽ നിന്നും തെറിച്ചു വീണു. പരിക്കേറ്റ തൃപ്പൂണിത്തുറ സ്വദേശി വിഷ്ണുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഇന്നലെ രാത്രി 10ഓടെയാണ് അപകടമുണ്ടായത്. എന്തായാലും ഈ അപകടമുണ്ടായ ഉടൻ തന്നെ ആ സമയത്ത് തന്നെ ഈ പാർക്ക് നടത്തിപ്പുകാർ ഓടി രക്ഷപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നു. AT അശ്വതി ചേരുകയാണ് വിവരങ്ങളുമായി. അശ്വതി, ആദ്യം ഈ വിഷ്ണുവിൻ്റെ അവസ്ഥ എന്താണെന്ന് ആദ്യം ചോദിക്കട്ടെ. ആകാശ ഊഞ്ഞാലിൽ നിന്ന് തെറിച്ചു വീഴുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. ഒരു വലിയ ഒരു റിങ് പോലെയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഒരു സുരക്ഷാ മുൻകരുതലുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇക്കാര്യത്തിൽ. സ്വപ്ന, ഇപ്പോൾ വിഷ്ണു വൈറ്റിലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഈ അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ വിഷ്ണുവിനെ പ്രവേശിപ്പിച്ചത്. പിന്നീട് വൈറ്റിലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മറ്റ് എന്താണ് ശരിയായ ആരോഗ്യസ്ഥിതി എന്ന കാര്യത്തിൽ ഇന്ന് ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. പക്ഷേ നിലവിൽ ഒരു അപകടത്തിലേക്കൊക്കെ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റ് ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന രീതിയിൽ വിഷ്ണുവിന് പരിക്കുകളില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത് വളരെ ആശ്വാസകരമാണ്. ഈ പ്രധാനമായും ഈ ആകാശ ഊഞ്ഞാലുകളൊക്കെ സ്ഥാപിക്കുമ്പോൾ അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ ഇതിനു മുൻപും നേരിട്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടും അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഉത്സവവുമായി ബന്ധപ്പെട്ട ഓണ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച അമ്യൂസ്മെന്റ് പാർക്കിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സീറ്റിൽ ഈ ആകാശ ഊഞ്ഞാലിൽ ഇരിക്കുന്ന സ്ഥലത്ത് സീറ്റിൽ ക്രോസ് ബാർ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് പോയത് എന്ന് ഒരു കൂട്ടർ പറയുന്നു. പക്ഷേ ഈ അമ്യൂസ്മെന്റ് നടത്തിപ്പുകാർ പറയുന്നത് ഈ വിഷ്ണു എഴുന്നേറ്റ് നിന്നാണ് അതിൽ ഈ ആകാശ ഊഞ്ഞാലിൽ കയറിയത് എന്ന് പറയുന്നുണ്ട്. എഴുന്നേറ്റ് നിന്നപ്പോൾ ഇദ്ദേഹം വീണതാണ് എന്നാണ് അമ്യൂസ്മെന്റ് നടത്തിപ്പുകാർ പറയുന്നത്. പക്ഷേ സുരക്ഷ ഇല്ല എന്ന് തന്നെയാണ്, തീരെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ഈ ആകാശ ഊഞ്ഞാലിന്റെ വേഗത കൂടിയ ഘട്ടത്തിൽ യുവാവ് തെറിച്ചു വീണു എന്നും ദൃക്സാക്ഷികൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ പറയുന്നു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ വിഷ്ണുവിനെ താലൂക്ക് ആശുപത്രി, അതായത് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് താലൂക്ക് ആശുപത്രി ഉള്ളത്, അവിടേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് വൈറ്റിലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. എന്തായാലും ഈ വിഷയത്തിൽ നഗരസഭ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിന് ശേഷം പ്രതികരിക്കാമെന്നതാണ് നഗരസഭയുടെ നിലപാട്. വിശദമായ അന്വേഷണം തന്നെ ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത്തച്ചമയ ഗ്രൗണ്ടിലെ പാർക്കിലാണ് ഈ ആകാശ ഊഞ്ഞാൽ സ്ഥാപിച്ചിരുന്നത്. സ്വപ്നം, അശ്വതി, ഇതിൻ്റെ നടത്തിപ്പുകാർ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരെ ആരെയും ഇനിയും കസ്റ്റഡിയിലെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന അത്തരം ഘട്ടങ്ങളിലേക്ക് പോയിട്ടില്ല എന്നാണ്. ഇതൊരു അപകടമാണ്, അപ്പൊ അങ്ങനെ പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആദ്യ സമയത്ത് ഇവര് ഓടി രക്ഷപ്പെട്ട കാരണം നിരവധി ആളുകൾ, നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയൊരു ആക്രമണമോ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന പേടിയിലാണ് ആദ്യഘട്ടത്തിൽ ഓടിയത്. പക്ഷെ അവർ ഒരു വിശദീകരണം ഇപ്പോൾ തന്നിരിക്കുന്നത് ഈ യുവാവ് എഴുന്നേറ്റ് നിന്നതാണ് വീഴാൻ കാരണമെന്നാണ് പറയുന്നത്. എന്തായാലും വിശദമായിട്ട് അവരുടെ മൊഴിയെടുക്കും. എന്തായാലും നിലവിൽ അത്തരം ഒരു നടപടികളിലേക്ക് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുക, അത്തരം നടപടികളിലേക്ക് പോയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ശരിക്കും ആ റിങ്ങല്ല, ഈ വള്ളം പോലെ ഊഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ മേളകളിലൊക്കെ. അത് പോകുന്നത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് പേടിയാം. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ഈ വിഷ്ണു എന്ന് പറയുന്നയാൾ എണീറ്റ് നിന്നിരുന്നു എങ്കിൽ കൂടിയും ആ ദൃശ്യങ്ങൾ നമുക്ക് ആ ബാറുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ആ സീറ്റിൽ ബാറുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇരുന്ന് ഇത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ വെർട്ടിക്കലായിട്ട് പോകുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, ഇതെല്ലാം നമ്മൾ അതിൻ്റെ അങ്ങേയറ്റം
രസകരമായി തന്നെ ആഘോഷിക്കണം. പക്ഷേ സുരക്ഷ എന്നത് ഏറ്റവും പ്രധാനമാണ്, അത് ശ്രദ്ധിക്കുക. മറ്റൊരു വാർത്തയിലേക്കാണ്. കേരള സർവകലാശാലയിൽ VC സിൻഡിക്കേറ്റ് പോരിനിടെ സിൻഡിക്കേറ്റിൻ്റെ യോഗം ഇന്ന് ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം. രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പനാണ് യോഗം വിളിച്ചതെന്നാൽ രജിസ്ട്രാർ KS അനിൽകുമാറിന് പകരം മിനി കാപ്പൻ നോട്ടീസ് നൽകിയത് നിയമവിരുദ്ധമാണെന്ന നിലപാടിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കേരള സർവകലാശാല പ്രതിസന്ധിക്കിടെ മാർച്ചിൽ പൂർത്തിയാക്കേണ്ട 100 കോടിയുടെ PM ഉഷ ഫണ്ടിൻ്റെ വിനിയോഗവും സ്തംഭനാവസ്ഥയിലാണ്. ഫണ്ട് ഇത്രയും വേഗം വിനിയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടും. അതേസമയം സാങ്കേതിക സർവകലാശാലയിലും സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. പരീക്ഷാ ഹാളിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥിനികൾ നൽകിയ കേസിൽ അധ്യാപകനെ കോടതി കുറ്റവിമുക്തനാക്കി. മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. എന്നെ അതായത് ആ എൻക്വയറിയൊക്കെ വൺ സൈഡഡായിരുന്നു. എൻ്റെ വാർഷിക എൻക്രിമെൻ്റ് 2 എണ്ണം കട്ട് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിയിൽ കുറ്റക്കാരനാണ്. ഇപ്പോൾ കോടതിക്ക് അത് മനസ്സിലാകുകയും നല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രിൻസിപ്പലും അന്ന് നടന്ന കാര്യങ്ങളെല്ലാം കോടതിക്ക് തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനിയാണ് എൻ്റെ തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങളൊക്കെ, എൻ്റെ DCRG, അതുപോലെ കമ്മ്യൂട്ടേഷൻ, ഒരു അധ്യാപകനെ കിട്ടേണ്ട ഏറ്റവും വലിയ, എൻ്റെ 2 മക്കളുണ്ട്, പഠിക്കുന്ന പിള്ളേർ, ഇപ്പോൾ പൂർത്തിയായവർ 4-4.5 കൊല്ലമായിട്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്നെ സംബന്ധിച്ചോളം ഇതൊരു നല്ല സംരംഭമായിട്ട് തന്നെ കാണുന്നത്. കാരണം ഇനി മേലാൽ കേരളത്തിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലൊരു സംഭവം സംഭവിക്കരുത്. കോളേജുകളിലെ പ്രിൻസിപ്പൽമാരായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കണം സർക്കാർ. ബോബൻ ചേരുകയാണ് വിവരങ്ങളുമായി. ബോബൻ, ആ അധ്യാപകൻ്റെ ബൈറ്റ് ഞാൻ കേൾക്കുകയായിരുന്നു. ഈ പറഞ്ഞതുപോലെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ വല്ലാതെയുണ്ട്. കാരണം ഈ പെൺകുട്ടികളാണ് പരാതി നൽകുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളാണ് പരാതി നൽകുന്നത്. അതും പീഡനം ആരോപിച്ചാൽ അത് ആദ്യം തന്നെ നോട്ടീസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ കേസെടുക്കും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് നിരപരാധികൾ ഇതുപോലെ അഴിക്കുള്ളിലാകുന്നുണ്ട്, അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ അധ്യാപകൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയതിൽ കോടതി എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു? സ്വപ്ന, 2014 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഓഗസ്റ്റ് 27-നും സെപ്റ്റംബർ 5-നും ഇടയിൽ കോളേജിൽ നടന്ന MA എക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ കോപ്പിയടിച്ച 5 വിദ്യാർത്ഥികളെയാണ് അന്ന് അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയായിരുന്ന ആനന്ദ് വിശ്വനാഥൻ പിടികൂടിയത്. ഈ സംഭവം സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻവിജിലേറ്ററെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹം ഈ നിർദ്ദേശം അനുസരിച്ചില്ല. തുടർന്ന് ഈ വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ പീഡന ആരോപണം ഉന്നയിക്കുകയായിരുന്നു. 5 വിദ്യാർത്ഥിനികളാണ് പീഡന ആരോപണം ഉന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയത്. പ്രൊഫസർ പരീക്ഷാ ഹാളിൽ വെച്ച് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കോപ്പിയടി കേസിൽ കൊടുക്കുമെന്നും ഇന്റേണൽ മാർക്ക് നൽകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകനെതിരെ 4 കേസുകൾ മൂന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ 4 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചതിൽ 2 കേസിൽ ആനന്ദ് വിശ്വനാഥനെ പോലീസ് കോടതി വെറുതെ വിട്ടു. 2 കേസിൽ ശിക്ഷിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഇദ്ദേഹം 2021-ൽ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയത്. ഇത് പരിഗണിച്ച കോടതിയാണ് ഇപ്പോൾ കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്ന് കണ്ടെത്തി ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നത്. പോലീസിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. ഈ വിദ്യാർത്ഥികൾ SFI പ്രവർത്തകരായിരുന്നെന്നും ഇവർക്ക് വേണ്ടി അധ്യാപകർ, പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയെന്നും CPM-ന്റെ മൂന്നാർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഗൂഢാലോചന നടത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഏറെ നീണ്ട വർഷങ്ങൾക്കൊടുവിൽ, ഏതാണ്ട് 11 വർഷത്തെ വലിയ പീഡനത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ അധ്യാപകൻ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. സ്വപ്ന. MC ബോബനാണ് വിവരങ്ങളുമായി ചേർന്നത്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്യുകയാണ്, മേഘവിസ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഡൽഹിയിലടക്കം പ്രളയ മുന്നറിയിപ്പും പുറത്തു വരുന്നുണ്ട്. യമുന നദിയിലെ ജലനിരപ്പ് അപകട സൂചികയ്ക്ക് മുകളിലാണ്. വൈകിട്ടോടുകൂടി കൂടുതൽ ഉയരുമെന്ന സൂചനയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. നദീതീരത്തുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹത്നികുണ്ട് ഡാമിൽ നിന്ന് ജലം തുറന്നുവിടുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ഗുരുഗ്രാം, നോയിഡ എന്നിവിടങ്ങളിലും മഴ തുടരുകയാണ്.
മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി മുസ്ലിം ലീഗ് ഒരുക്കുന്ന വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമായി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. മുസ്ലിം ലീഗ് വില കൊടുത്ത് വാങ്ങിയത് തോട്ടഭൂമിയാണെന്ന് ലാൻഡ് ബോർഡിൽ കേസ് നിലനിൽക്കെയാണ് വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി 105 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. ഏപ്രിൽ മാസം നിർമ്മാണോദ്ഘാടനം നടന്നെങ്കിലും വില കൊടുത്തു വാങ്ങിയ സ്ഥലം തോട്ടഭൂമിയിൽ ഉൾപ്പെട്ടെന്ന കാരണത്താൽ പ്രവൃത്തി വൈകി. ഭൂമി തരമാറ്റിയതിന് ലാൻഡ് ബോർഡ് കേസെടുക്കുകയും ചെയ്തു. 11 ഏക്കർ ഭൂമിയിൽ കേസിൽ ഉൾപ്പെടാത്ത 1.5 ഏക്കർ ഭൂമിയിലാണ് ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ചത്. ഒരു കുടുംബത്തിന് 8 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന വീട്ടിൽ 3 മുറിയും അടുക്കളയും മറ്റു സൗകര്യങ്ങളും ഉണ്ടാകും. 1000 സ്ക്വയർ ഫീറ്റ് വീട് പിന്നീട് കൂട്ടിച്ചേർക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം. വൈദ്യുതി, വെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യവും ഉറപ്പാക്കും. 8 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ പദ്ധതി പ്രദേശം നിയമ നടപടികളെല്ലാം പൂർത്തീകരിച്ച് വീട് നിർമ്മാണത്തിന് സജ്ജമായെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിൽ തൃക്കേപ്പറ്റ വില്ലേജിൽ മുട്ടിൽ മേപ്പാടി പ്രധാന റോഡിനോട് ചേർന്നാണ് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ MLA, PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. അമൃത ന്യൂസ്, വയനാട്. യുവതി സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ച സംഭവത്തിൽ സുഹൃത്ത് ബഷീറുദ്ദീന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പെൺകുട്ടി യുവാവിനയച്ച സന്ദേശം പോലീസ് കണ്ടെടുത്തു. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി താനായിരിക്കുമെന്നാണ് മരിച്ച ആയിഷ റഫയുടെ സന്ദേശം. കോഴിക്കോട് എരിഞ്ഞിപ്പാലത്തെ ബഷീറുദ്ദീന്റെ വാടക വീട്ടിലാണ് റഷയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി വിനേഷ് ചേരുകയാണ്. വിനേഷ്, ഇക്കാര്യത്തിൽ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിലേക്ക് തന്നെയാണോ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്? സ്വപ്ന, ഈ ആൺ സുഹൃത്ത് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ മുതൽ തന്നെ ബദറുദ്ദീൻ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. പക്ഷേ ഇതിൽ ദുരൂഹതകളൊന്നുമില്ല, ആത്മഹത്യ മാത്രമാണ്. അതായത് മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ ഈ ആയിഷ റഷയുടെ കുടുംബം ഇത് കൊലപാതകമാണ് എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അനുസരിച്ചാണെങ്കിൽ ഇത് ആത്മഹത്യയാണ്. എങ്കിൽ പോലും ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയായിരിക്കും ബദറുദ്ദീനെ അറസ്റ്റ് ചെയ്യുക. അതിൻ്റെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് മംഗലാപുരത്തുള്ള ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ ആയിഷ റഷയെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള സുഹൃത്തായ ബദറുദ്ദീൻ്റെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഇവർ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ബദറുദ്ദീൻ താൻ തന്നെയായിരിക്കും എന്ന് ബദറുദ്ദീൻ അയച്ച മെസ്സേജാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ് എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇതിൻ്റെ മൃതദേഹത്തിലെ പോസ്റ്റ്മോർട്ടം മറ്റ് നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം വിവരം പുറത്തു വന്നിട്ടില്ല. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ടോ, കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിഗമനം അനുസരിച്ചത് ആത്മഹത്യ തന്നെയാണ്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ബദറുദ്ദീനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരം. വിനീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയർന്നു. 800-ലധികം പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. 2800-ഓളം പേർക്ക് പരിക്കുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇന്ത്യ, ഇറാൻ, ബ്രിട്ടൻ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാന് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് അഫ്ഗാനിസ്ഥാനിൽ കനത്ത നാശം വിതച്ചത്. നങ്കഹാർ, നൂറിസ്ഥാൻ, ലാഗ്മാൻ, കുനാർ എന്നീ 4 പ്രവിശ്യകളെ ഭൂകമ്പം ബാധിച്ചു. കുനാർ പർവ്വത പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലടക്കം ശക്തമായ തുടർചലനങ്ങളുണ്ടായി. അതിനിടെ ലോകരാജ്യങ്ങളോട് താലിബാൻ സഹായം അഭ്യർത്ഥിച്ചു. ജനസംഖ്യയുടെ പകുതിയിലധികവും അടിയന്തര സഹായം ആവശ്യമുള്ളവരാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. കാബൂളിലേക്ക് 1000 കുടുംബ ടെന്റുകളും കുനാറിലേക്ക് 15 ടൺ ഭക്ഷണവും ഇന്ത്യ അയച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ കൂടുതൽ സഹായം എത്തിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറും അറിയിച്ചിട്ടുണ്ട്.
ദുരിതാശ്വാസ സഹായം നൽകാൻ തയ്യാറാണെന്ന് ചൈനയും അറിയിച്ചു. ലോകാരോഗ്യ സംഘടന ടീമുകളെ അഫ്ഗാനിസ്ഥാനിൽ വിന്യസിച്ചു. ബ്രിട്ടൻ അടിയന്തര ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്യാവശ്യമായ ആരോഗ്യ സംരക്ഷണവും സഹായങ്ങളും എത്തിക്കുന്നതിനായി £1 മില്യൺ അനുവദിച്ചത്. നിരവധി കെട്ടിടങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. ജലാലാബാദിൽ നിന്നും 27 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. മണ്ണിടിച്ചിലിൽ പ്രഭവ കേന്ദ്രത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയതിനാൽ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഇനിയും സമയമെടുക്കും. ഭൂചലനത്തിൽ തകർന്ന പ്രദേശങ്ങളിൽ 90% പർവ്വത മേഖലകളായത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ആളുകളെ പുറത്തെത്തിക്കാൻ ഹെലികോപ്റ്ററുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓണത്തിന് തൂശനിലെ അടക്കം തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കാലമാണ് ഇപ്പോഴത്തേത്. ഇപ്പോഴാണ് ഇങ്ങ് തിരുവനന്തപുരത്ത് യുവകർഷകൻ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്ത് വിജയം കൊയ്യുന്നത്. ചില കൃഷി കാഴ്ചകളിലേക്ക്. പാടം കാണാൻ ഇനി അങ്ങ് തെങ്കാശി വരെ പോകേണ്ട ആവശ്യമില്ല. സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് കൂടിയായ SV സുജിത്ത് കഴക്കൂട്ടം തുമ്പയിൽ 10,000-കണക്കിന് സൂര്യകാന്തികളെയാണ് നിങ്ങൾക്കായി കരുതി വച്ചിട്ടുള്ളത്. യുവ കർഷകനായ SV സുജിത്തും സുഹൃത്തുക്കളും ചേർന്നാണ് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ മണൽപ്പരപ്പിൽ വസന്തം വിരിയിച്ചത്. പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മേളയാണിത്. അപ്പോൾ ഇതിനകത്ത് സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അപ്പം നമ്മൾ ക്ലൈമറ്റ് അറിയാമല്ലോ, നമ്മൾ ചൂടും മഴയും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിസ്റ്റിംഗ് കർഷകരെ തന്നെ പണി നിർത്തുവാണ്, കൃഷിയിലേക്ക് ആരും വരുന്നില്ല. അപ്പം പുതുതലമുറയ്ക്ക് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് അവർ എക്സ്പീരിയൻസ് ചെയ്ത് അവരൊന്ന് ആകർഷിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി വിട്ട് കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാനുള്ള ഒരു മേളയായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഫാം 90% മെക്കനൈസ്ഡാണ്, യന്ത്രവൽക്കരമാണ്. അപ്പോൾ അതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറിഗേഷൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്പ്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാധ്യതകളുണ്ടെന്ന് നമ്മൾ പബ്ലിക്കിനും പുതുതലമുറയ്ക്കും നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്ത നമ്മളൊരു പ്രോഗ്രാമാണ് ആരവം 2025 എന്നുള്ളത്. നഗരഹൃദയത്തിലെ കാഴ്ചാവിരുന്ന് ആസ്വദിക്കാൻ ധാരാളം പേർ എത്തുന്നുണ്ട്. പടം അടിപൊളിയാണ്. അടിപൊളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര. ഞാൻ രാവിലെ സുന്ദരപാണ്ഡിപുരത്ത് പോകാൻ ഇറങ്ങിയത് രാവിലെ. യൂട്യൂബിനകത്ത് ഈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ അവിടെ ഈ സംഭവം ഉണ്ടെന്നും അറിഞ്ഞത്. എങ്കിൽ പിന്നെ അവിടെ പോയാൽ നോക്കാമല്ലോ എന്നും പറഞ്ഞ് വന്നതാണ്. തെങ്കാശി വരെ പോകേണ്ടി വന്നില്ല. ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നത്. വളരെ സന്തോഷമുണ്ട് ഇവിടെ കണ്ട്. നല്ലൊരു ബർത്തായിട്ടാണ്. വിവിധ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും പൂക്കളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒത്തൊരുമയുടെ ബലമാണ് തണ്ണിമത്തൻ, മുസമ്പി, ചോളം, പടവലം, മത്തങ്ങ എന്നിങ്ങനെയുള്ളവയും നൂറുമേനി വിളവ് നൽകാൻ കാരണം. ഓണത്തിരക്കിനിടയ്ക്ക് ഇവിടെയൊന്ന് വന്നുപോയാൽ ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും ഒക്കെ കണ്ട് മനം നിറച്ച് മടങ്ങാം. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ ഓണക്കാലത്ത് സമ്മാന സമൃദ്ധിയുമായി എത്തുന്ന അമൃത TVയുടെ നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം എന്ന വാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിൽ 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനം കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് പാലക്കാട് തിരുവാഴിയുടെ സ്വദേശിനി രാധയാണ്. രാധയുടെ പ്രതികരണത്തിലേക്ക്. മെഗാ വിന്നർ രാധ പാലക്കാടാണ്. താങ്കൾ അമൃത TVയുടെ മെഗാ വിന്നർ ആയിരിക്കുന്നു. 1 ലക്ഷം രൂപയുടെ മെഗാ സമ്മാനമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. താങ്ക് യു. പ്രതീക്ഷിച്ചിരുന്നോ സമ്മാനം കിട്ടുമെന്ന്? പ്രതീക്ഷ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു സമ്മാന പദ്ധതിയെ പറ്റി അറിഞ്ഞത്? അത് ദിവസം കളിക്കലുണ്ട്. തീർച്ചയായും ഈ അമൃത TVയുടെ ഏത് പരിപാടിയാണ് കാണുന്നത്? ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്? കോമഡി മാസ്റ്റേഴ്സ് കാണുന്നുണ്ട്, സമയമുള്ളപ്പോഴൊക്കെ കാണുന്നുണ്ട്. ന്യൂസ് ഒക്കെ കാണാറുണ്ടോ? ഓക്കെ രാധ, പാലക്കാട് എവിടെയാണ്? ചെർപ്പശ്ശേരി.
ഓക്കെ, എന്ത് ചെയ്യുന്നു രാധ? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരെങ്കിലും സഹായിച്ചിരുന്നോ ഈ സമ്മാന പദ്ധതിയിൽ? ഇല്ല. എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്? എന്തോ സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല അല്ലേ? വലിയ തുകയാണ് സമ്മാനമായി ലഭിച്ചത്. എന്ത് ചെയ്യാനാണ് ഈ ഓണക്കാലത്ത് ഒരു പ്ലാൻ ഇടുന്നത്? തീരുമാനിച്ചിട്ടില്ല. കുട്ടികളൊക്കെ ആയിട്ട് ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് തീരുമാനിക്കണം. തീർച്ചയായും രാധ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. ഇനിയും മത്സരത്തിലൊക്കെ പങ്കെടുക്കണം. ഇനിയും രാധയ്ക്ക് അറിയാവുന്നവരോടൊക്കെ ഈ സമ്മാന പദ്ധതിയെക്കുറിച്ച് പറയണം കേട്ടോ. ഓക്കെ. തീർച്ചയായും നാളെ തന്നെ രാധയുടെ വീട്ടിൽ സമ്മാനം എത്തും. താങ്ക് യു. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ, ആശംസകൾ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിലും. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. കഴിഞ്ഞ ദിവസം ടിയാൻജിനിൽ നടന്ന ചൈന, ഇന്ത്യ, റഷ്യ ലോക നേതാക്കളുടെ, രാഷ്ട്രത്തലവന്മാരുടെ കൂടിക്കാഴ്ച വലിയ രീതിയിലൊരു ഉണർവ് നമ്മുടെ വിപണിക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് ഇന്നും വരും ദിവസങ്ങളിലും കാണാൻ സാധിക്കുമോ? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെ നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിലുണ്ടായിരുന്ന വിൽപ്പനയ്ക്ക് ശേഷം ഇന്നലത്തെ ഒരു തിരിച്ചുകയറ്റം 2-3 പ്രധാനപ്പെട്ട അനുകൂല ഘടകങ്ങളുടെ കാരണം തന്നെയായിരുന്നു. ഒന്ന്, GDP നിരക്കിലുണ്ടായിട്ട വലിയൊരു വർധനവ്. രാജ്യത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം കഴിഞ്ഞ ഈ ഒരു വർഷത്തിൻ്റെ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ 7.8% എന്നുള്ള നിലയിലേക്ക് ഉയർന്നത് ഒരു കാരണം തന്നെയാണ്. മാത്രമല്ല, ഓട്ടോ മേഖലയിൽ ഓട്ടോ കമ്പനികളുടെ വാഹന വിൽപ്പനയുടെ കണക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ വളരെ മികച്ച രീതിയിലാണ് എന്നുള്ളതും, കാരണം പ്രതീക്ഷേനെക്കാട്ടും മെച്ചപ്പെട്ട രീതിയിലുള്ള ഓട്ടോ സെയിൽസ് ഡാറ്റ അതും വിപണിക്ക് അനുകൂലമായി. മാത്രമല്ല, ആഗോള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു അനുകൂലമായ ഒരു തരംഗവും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രധാന ഘടകം തന്നെയായിരുന്നു. KCLൽ ആലപ്പി റിപ്പിൾസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 20 ഓവറുകളിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ തൃശൂർ അവസാന ഓവറിൽ ലക്ഷ്യത്തിലെത്തി. തൃശൂരിന് വേണ്ടി 4 വിക്കറ്റുകൾ വീഴ്ത്തിയ സിബിൻ ഗിരീഷാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. വിജയത്തോടെ 10 പോയിന്റുമായി തൃശൂർ 2ാം സ്ഥാനത്തേക്ക് മുന്നേറി. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.